പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. കോളേജിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വിസിയുടെ നടപടിയിൽ ഗവർണറെ കാണുമെന്നും കുടുംബം പ്രതികരിച്ചു. വിസിയുടെ നടപടി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു. അന്വേഷണം സിബിഐക്ക് വിട്ട് ആഴ്ച 2 പിന്നിട്ടിട്ടും തുടർ നടപടിയൊന്നും ഉണ്ടാകാതെ വന്നതോടെയാണ് കുടുംബത്തിന്റെ തീരുമാനം. പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കുടുംബം, അതും മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ. അപ്പോൾ എല്ലാവരെയും അവർക്ക് പെട്ടെന്ന് മൂടിക്കെട്ടണം, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ മൂടിക്കെട്ടണം. അതുകൊണ്ട് അവർ ഇറക്കിയ ഒരു തന്ത്രം, ശരിക്കും ഞാനും അതിൽ വീണുപോയി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാനും വീണുപോയി. പെട്ടെന്നൊക്കെ ഒരു CBI അന്വേഷണം എന്ന് പറയുമ്പോൾ പറഞ്ഞ ഉടനെ തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അടങ്ങിയിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത 90 പേരിൽ 33 പേർക്കെതിരെയുള്ള നടപടി വിസി റദ്ദാക്കിയിരുന്നു. ഇത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്നും കുടുംബം. വിസിയുടെ നടപടി പ്രതികളെ രക്ഷിക്കാനെന്നും നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അടിയന്തരമായ ആ നടപടി പിൻവലിക്കണം. കോളേജ് അധികൃതർ അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടിയാണ് ഒരു അന്വേഷണവും നടത്താതെ ഒരു നിയമസഹായവും തേടാതെ ഈ വൈസ് ചാൻസലർ പിൻവലിച്ചിരിക്കുന്നത്. CBI വരുന്നതിന് മുമ്പ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീണ്ടും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. CBI അന്വേഷണം വന്നില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചാൽ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.